ശ്രദ്ധിക്കാം. എന്താ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി? പലരും വിചാരിക്കും കയ്യിൽ കുറച്ച് കാശൊക്കെ കിട്ടിയത് കൊണ്ട് ദൈവദാസന്മാരും ദൈവസഭയുമൊക്കെ ഇത് നടത്തുന്ന. അതല്ല സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി. 5 കാര്യങ്ങളാണ് സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി. 1, മരിയാപുരത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, കാകളത്തിങ്കൽ അവർ എടുക്കപ്പെടണം. 3, കുടുംബം അനുഗ്രഹിക്കപ്പെടണം. 4, ദേശത്തിൽ സമാധാനമുണ്ടാകാം. 5, ദൈവസഭകളിൽ ആരാധനയ്ക്ക് വേണ്ടി അനേകം പേർ കടന്നു വരണം. അതിനുവേണ്ടി ദൈവ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് സുവിശേഷ മഹായോഗം. ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. അതിനാസ്പദമായി കഴിഞ്ഞ 8 ദിനങ്ങളിലും കർത്താവിൻ്റെ വേലക്കാർ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ കൈമാറി. അതിന് വ്യത്യാസമായി ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെപ്പറ്റിയായിരിക്കും നാം ഈ 2 രാത്രികളിലും ചിന്തിക്കുന്നത്. സുന്ദരമായ ലോകം 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 262 ലോകത്തിലെ രാഷ്ട്രങ്ങൾ, 198 പരമാധികാരി രാഷ്ട്രങ്ങൾ, ബാക്കി റിപ്പബ്ലിക്കുകൾ. അതിനോടനുബന്ധിച്ച് 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ. ചൈനയെ കടത്തിവെട്ടിക്കൊണ്ട് 150 കോടിയിലേക്ക് ഇന്ത്യ കുതിക്കുന്നു. നാളെ എന്ത് നടക്കുമെന്ന് ഇവിടെ ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. വല്ലാത്ത പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും ഇവിടെ നടക്കുന്നു. അങ്ങനെ ഒരു കാലത്തിലേക്ക് വരുന്നു. അതിനാസ്പദമായി നല്ലതുപോലെ ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. വളരെ സമാധാനവും വളരെ സന്തോഷവും കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴയും നടന്നപ്പോൾ 2019 ഒക്ടോബറിൽ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്, അൺസീൻഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, ബയോ വെപ്പൺ, സോപ്പിൻ്റെ 15 രൂപയുടെ മേടിക്കുന്ന ലക്ഷോണയുടെ കുമിള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി. എവിടെ തൊട്ടാലും ഒരു 3 വർഷം പിറകിൽ മരിയാപുരവും വ്ളാത്താങ്കരയും ചെങ്കലും കുഞ്ഞുങ്ങൾ കണ്ടു. എവിടെ തൊട്ടാലും വൈറസ്. നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, കമ്പ്യൂട്ടറിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പിയെ തൊട്ടാൽ വൈറസ്. അവിടെയെല്ലാം വൈറസ് കയറി. എന്നാൽ അവിടെയെല്ലാം കഴിഞ്ഞ 3 വർഷം പിറകിൽ വൈറസ് കയറിയപ്പോഴും ഇന്ന് രാത്രിയും വൈറസ് കയറാത്ത ഒന്ന് ഞങ്ങളുടെ കരങ്ങളിലുണ്ട്. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ആ കോവിഡാനന്തര ലോകത്തിലും ഞങ്ങൾ ഈ വചനവുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഉയർത്തുന്നത്. ലോക ചരിത്രവും ബൈബിളും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം പഠിക്കാം. ഓരോ 100 വർഷത്തിൻ്റെ ഇടയ്ക്കും ഒരു മഹാവ്യാധി വരും. 2019 മനുഷ്യകുലത്തെ മുച്ചോടും മുടിച്ചുകൊണ്ട് ആയിരങ്ങൾ മരണത്തിൻ്റെ കരാളഹസ്തത്തിലേക്ക് തള്ളിവിട്ടൊരു മഹാവ്യാധി ഇവിടെ വന്നു. ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും പൗരപ്രമുഖർക്കും അറിയാം. അതിൻ്റെ പേരായിരുന്നു പ്ലേഗ്. ആയിരക്കണക്കിന് പേർ മരിച്ചു വീണു. 117 വർഷം ശാന്തമായി ലോകം നീങ്ങി. 1917 കർത്താവിൻ്റെ വരവിൻ്റെ 3 ലക്ഷണങ്ങൾ നടന്നു. ഒന്നാമത്തെ സംഭവമായി ഒരു സംഭവം നടന്നു. ഒരു മഹാവ്യാധി പിന്നെയും വന്നു. അതിൻ്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. അത് കഴിഞ്ഞ് 917 കർത്താവിൻ്റെ വരവിൻ്റെ 2ാമത്തെ സംഭവം ഉലകത്തിൽ നടന്നു. അതിനാസ്പദമായി യഹൂദൻ നിലവിളിച്ചു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയിലും വന്ന് ഭവിക്കട്ടെ. പീലാത്തോസിൻ്റെ അരമനയിൽ 2 കൂടുകളിൽ ഒന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു. യേശുവിനെ ക്രൂശിക്കുക, ബറബാസിനെ വിട്ടുതരിക. യേശുവിൻ്റെ രക്തം അവൻ്റെ തലമുറകളുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും വന്നു ഭവിക്കട്ടെ. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ ചെറിയ യഹൂദൻ ആദ്യമായി മടങ്ങി വരുന്നത് 917 നവംബർ 11 രാത്രി. ആ സെക്കൻഡാ ബാൽബോർഡ് വിളംബരം. ഇത് ധനുവച്ചപുരത്തും കാട്ടാക്കടയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ പാളയത്തുമെല്ലാം പഠിച്ചെങ്കിലെങ്കിൽ ഒരു കാലത്ത് വേൾഡ് ഹിസ്റ്ററിയിൽ ബിരുദമുണ്ടായിരുന്നുള്ളൂ. ആർതർ ബാൽബോർഡ് ഡിക്ലറേഷൻ. 3ാമത്തെ സംഭവം, ലോകത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണമെന്ന് പല തൊഴിലാളി സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പ്രിയ സഖാക്കൾക്കൊക്കെ അറിയത്തില്ല ആരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു, കാറൽ മാർക്സ്. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഫ്രെഡറിക് എംഗൽസ്. അവരെഴുതിയ തത്വസംഹിത മാർക്സിസം. ആ മാർക്സിസത്തെ ആദ്യമായി ഏറ്റുപിടിച്ചത് മോസ്കോയിലെ തൊഴിലാളികൾ. 917 മെയ് 1-ാം തീയതി, അതവിടെ ലോക തൊഴിലാളി ദിനം ഒന്ന് വഴിനീളം എല്ലാവരും വിട്ടിച്ചിരിക്കുന്നത്. 917 മെയ് 1-ാം തീയതി ആയിരക്കണക്കിന് തൊഴിലാളികൾ റഷ്യയിലെ കോട്ടയിലേക്ക് നീങ്ങി. സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റി ക്രെംലിനിൽ നിന്ന് സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവേ. അന്നാണ് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണം. കർത്താവിൻ്റെ വരവിൻ്റെ 3 ചാലുകൾ: 1 ഒരു മഹാവ്യാധി, 2 യഹൂദൻ മടങ്ങി വരുന്നു, 3 റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം. 102 വർഷം സുന്ദരമായി ലോകം പോയി. 2019 1 ഗ്രാം വൈറസ് ചൈനയിൽ നിന്നിറങ്ങി. നമ്മുടെ നെയ്യാറ്റിൻകര ആദ്യം കണ്ട നോവൽ കൊറോണയാ. 7ാമത്തെ വകഭേദം ഒമിക്രോണിനോടുകൂടി ഏകദേശമൊക്കെ ഒന്ന് അവസാനിച്ചു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്നും കൊറോണ നിലനിൽക്കുന്നു. അമേരിക്കയിൽ 8-10 ദിവസം കുഞ്ഞുങ്ങൾ പനി, ചെറുപ്പക്കാർ പനി,
വിറയ്ക്കുന്ന പനി, മരണം കുറവ്, പക്ഷേ പനി വരുന്നു. എൻ്റെ പേര് JN2. ഇവിടെ കേരളത്തിലുമുണ്ട് കോവിഡ് JN1. വോട്ടുകാലത്ത് നിങ്ങൾ കണ്ടില്ലേ, പലരും ബൂത്തിൽ വന്നപ്പോൾ ചിലർ പ്രത്യേകിച്ച് വോട്ട് രേഖപ്പെടുത്തി മാസ്കുമായിട്ട് വിട്ടുകൊണ്ട് വന്നു. കാര്യം എന്താ? ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ കട്ടി കുറഞ്ഞ പനിയായി ഇത് പരിണമിച്ചു. JN1. ഇത് ബൈബിളിലെ ഒരു ഹല്ലേലൂയ ഒരു പ്രവചന ഭാഗത്തിൻ്റെ അന്ത്യദിനത്തിൻ്റെ ലക്ഷണമാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉലുമ്പല പ്രവാസം മത്തായി 24:21. എൻ്റെ യേശുനാഥൻ പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമെന്നാളിൽ ഉണ്ടാകും. ഈ കോവിഡ് ഒരു കർത്താവിൻ്റെ വരവിൻ്റെ ചാല. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് ടെന്നറൈസ് ദ ഹ്യൂമൻ കിങ്ഡം വാച്ചിങ് എ സൈമുൾട്ടേനിയസ് പെസ്റ്റിലൻസ്. ഇന്ന് വരെ കാണാത്ത ഒരു മഹാവ്യാധി അന്ത്യദിനത്തിലേക്ക്. അങ്ങനെയെങ്കിൽ കോവിഡിൻ്റെ മറവിൽ നമ്മുടെ ബൈബിളിലെ 30ഓളം സംഭവങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പോ, അല്ലെങ്കിൽ പ്ലെയിൻ യാത്രയാകുന്നതിന് മുമ്പ് അനവധി മുന്നറിയിപ്പുകൾ പോലെ കോവിഡാനന്തര ലോകത്തിൽ അനവധി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനാസ്പദമായി 2023 ഇന്ത്യയും ബഹിരാകാശവും 2023 കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടു. 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനെ പിടിക്കുവാൻ ഒരു റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹവുമായി ഇന്ത്യ ചന്ദ്രയാൻ ദൗത്യം തുടങ്ങി. അതിനാസ്പദമായി ചന്ദ്രയാൻ 3 റോക്കറ്റിൽ 36 ഉപഗ്രഹം അതിനെല്ലാം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ വിക്ഷേപിച്ചു. അവസാനമായി അതിനകത്തൊരു ക്യാമറ ഉണ്ടായിരുന്നു, വിക്രം ലാൻഡർ. ആ ക്യാമറ വെച്ചിന്ന് ചന്ദ്രൻ്റെ പടങ്ങളെല്ലാം ചന്ദ്രയാൻ ദൗത്യ പരിവേഷണമായ ആ റോക്കറ്റ് വിക്രം ലാൻഡറിൽ നിന്ന് വേർപെട്ട് ഇന്ന് അയച്ചു കൊണ്ടിരിക്കുന്ന പടം. ഇപ്പോൾ ഈ കർമ്മേൽ ഫെസ്റ്റ് നടക്കുമ്പോൾ 15 കോടി കിലോമീറ്റർ കത്തിപ്പിടിക്കുന്ന സൂര്യനെ പിടിക്കുവാൻ ഒരു ഉപഗ്രഹത്തെ വിട്ടു. അതിൻ്റെ പേര് ഗഗൻയാൻ. ഗഗൻയാൻ്റെ പ്രത്യേകത, ഈ ഉപഗ്രഹം 15 ലക്ഷം കിലോമീറ്റർ കടന്ന് 15 കോടിയാത്തണ്ട് ഇടവഴിയിൽ നിന്നുകൊണ്ട് മധ്യാകാശത്തിലെ പടം അയക്കുന്നു. 3 ഇവിടെ ചെങ്കലാകട്ടെ, ബ്ലാത്താങ്കരയാകട്ടെ, ഉദയംകുളങ്ങരയാകട്ടെ, അമരവിളയാകട്ടെ, അവിടെ ഫിസിക്സ് അതുപോലെ ജോഗ്രഫി ടീച്ചേഴ്സിൻ്റെ മൊബൈലിൽ ഒരു ഫീച്ചർ എഴുതി വന്നു. മൊബൈലിൽ അതിൻ്റെ പേരിട്ടിരിക്കുന്നു മാർസ് 1. മനുഷ്യർ 5.25 കോടി കിലോമീറ്റർ 125 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കത്തിപ്പഴിക്കുന്ന ചൊവ്വയിലേക്ക് മനുഷ്യൻ യാത്രയാവുന്നു. പാലക്കാടുകാർ ലേഖയും ശ്രദ്ധയും കൂടെ തിരുവനന്തപുരം സ്വദേശി പൂജപ്പുര രാകേഷ്, അവനും ചൊവ്വയിൽ പോകാൻ പോകുന്നു. അതിനോടനുബന്ധിച്ച് മനുഷ്യൻ്റെ തലയിൽ മൈക്രോചിപ്പ് വെച്ച വീരനായ യഹൂദൻ്റെ ബോഷായി എലോൺ മസ്ക് പറയുന്നു, ഒരു കാര്യം തരാം, ലക്ഷങ്ങൾ തന്നാൽ ഞാനും ചൊവ്വയിൽ ആളവിടാം, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക്. 4ാമത്തെ സംഭവമായി ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത വില്യംസ് വീണ്ടും മധ്യാകാശത്തിലേക്ക് കടന്നു കയറുന്നു. അന്ത്യകാലമായില്ലയോ? 5ാമത്തെ സംഭവമായി ഈ ഇലക്ഷന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബാംഗ്ലൂർ ISROയിൽ വന്നു. അവിടുത്തെ പരിവേഷകരെ ശാസ്ത്രജ്ഞരെ വിളിച്ചുകൂട്ടി. ISROയുടെ ചെയർമാൻ ES സോമനാഥ് സാർ അദ്ദേഹത്തോടെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് സ്ഥിരമായി ശൂന്യാകാശത്തിൽ ഒരു ബേസ് സ്റ്റേഷൻ വേണം. വി നീഡ് എ ബേസ് സ്റ്റേഷൻ അറ്റ് ദ സ്പേസ്. ഉദയംകുളങ്ങര തട്ടുകട തുടങ്ങുന്നത് പോലെ ഇന്ത്യ മധ്യാകാശത്തിൽ ബേസ് സ്റ്റേഷൻ ആരംഭിക്കാൻ പോകുന്നു. മോഡി സാർ സകല പിന്തുണയും കൊടുത്തെങ്കിൽ നമ്മുടെ ബൈബിളിലെ പ്രവചനങ്ങൾ ഇവിടെ നിറവേറുന്നു. ലൂക്കോസ് 21:25 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇപ്പം മനുഷ്യനങ്ങ് ആകാശത്തിൻ്റെ വിധാനങ്ങളിൽ കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം അതാ ഈ കടൽ 6 അടിക്ക് പൊങ്ങുന്നു, 6 കിലോമീറ്റർ അകത്തേക്ക് വരുന്നു. പൂവാറ്, പഴവഞ്ചാൽ, പുല്ലുവിള, കൊല്ലങ്കോട്, തേങ്ങാപട്ടണം, കൊല്ലം, കാപ്പാട് കടൽ തീരത്തുള്ളവരെല്ലാം കരയുന്നു. വീട്ടിലെ ഫർണിച്ചറും കലം എല്ലാം കടൽ കൊണ്ടുപോയി. അതിന് പലരും വിളിക്കുന്ന കള്ളിക്കടൽ, കള്ളക്കടൽ. സാമ്പിൾ വെടിക്കട്ട. ഈ പൂവാറും കാണത്തില്ല, പഴവഞ്ചാലും കാണത്തില്ല, പുല്ലുവിളയും കാണത്തില്ല, വിഴിഞ്ഞവും കാണത്തില്ല. ഇതെല്ലാം കടൽ കൊണ്ടു. കടലിൻ്റെ ഓളത്തിൻ്റെ മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം, തിരമാലകൾ ഉയർന്നു വരുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ 1, 2 മെഡിക്കൽ സയൻസ് അതിവേഗം മുന്നോട്ട് പോകുന്നു. അതിനാസ്പദമായി വണ്ടിയുടെ സ്പെയർ പാർട്ട് മാറ്റുന്നത് പോലെ ഇന്ന് മനുഷ്യൻ്റെ അവയവങ്ങൾ, അല്ലെങ്കിൽ കിഡ്നി, ഹാർട്ട്, പാങ്ക്രിയാസ്, അല്ലെങ്കിൽ കണ്ണ്, മുട്ട്, ഇതൊക്കെയായിരുന്നു മാറ്റിക്കൊണ്ടിരുന്നത്. ആ കാലം തീരാൻ പോകുന്നു. പണ്ട് പ്രസംഗിച്ചപ്പോൾ പലരും അത് പറഞ്ഞു, നടക്കത്തില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വീണ്ടും ശാസ്ത്രലോകം പറയുന്നു, മനുഷ്യൻ്റെ തല മാറ്റിവെക്കാം. അഥവാ പച്ച മനുഷ്യൻ്റെ തലയറത്ത് ടേബിളിൽ വെച്ചിട്ട് ശ്വാസകോശത്തിൽ വെന്റിലേറ്റർ കൊടുത്തുകൊണ്ട് പുതിയൊരു തല വെച്ചിട്ട് ബാക്കിയെല്ലാം ഒട്ടിക്കുന്ന പരിപാടിയായി ലോകം വൻ കണ്ടുപിടുത്തത്തിലേക്ക് പോകാൻ പോകുന്നു. അതിൻ്റെ പേര് ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പോൾ പൂച്ചയുടെ തല മാറ്റി, എലിയുടെ തലയും മാറ്റി 4 വർഷമല്ലേ 5 വർഷത്തിനകം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നു. ഇറ്റലിക്കാരൻ ശാസ്ത്രജ്ഞൻ സർജിയോ കൊർണാരോ പറയുന്നു, ഒരു ചെറുപ്പക്കാരൻ റെഡിയായിട്ടുണ്ട്. റഷ്യക്കാരൻ വണ്ടി ആക്സിഡൻറ്റിൽ തലമറി വെച്ച് കട്ടിലേക്ക് കിടക്കുന്ന ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരൻ്റെ തല അറുത്ത് മാറ്റിയിട്ട് പുതിയൊരു തല വെച്ച് ഞാൻ പിറ്റേത് പുതുജീവൻ കൊടുക്കാൻ പോകുന്നു. ശാസ്ത്രലോകം തയ്യാറെടുക്കുന്നു. മനുഷ്യൻ്റെ അവയവം മാറ്റുന്നു, തലവരം മാറ്റിവെക്കാൻ പോകുന്നു. ഇപ്പം മനുഷ്യൻ ഞെട്ടുന്ന ഒരു കാര്യം ഇതുള്ളൂ. അന്നമ്മയുടെ തലയെടുത്ത് അവറാച്ചാന് വെച്ച എങ്ങനെ ഇരിക്കുമെന്നൊരു പേടി മാത്രം. ബൈബിളിൻ്റെ പ്രവചനം നിവൃത്തിയാകുന്നു. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കും. ട്രാൻസ്പ്ലാന്റേഷൻ ലോകം നടത്താൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം. ഒരിക്കൽ കൂടി കർമ്മേൽ ഫെസ്റ്റിലിരിക്കുന്ന ദൈവമക്കളോട്, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിൽ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ വരുമെന്ന് ഈ രാത്രിയും തിരുവചനം കരങ്ങളിലെടുത്ത് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടന്ന ദൈവകുഞ്ഞുങ്ങൾ പറയും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പെടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. മര്യാപുരം വ്ളാത്താങ്കരെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം ദാനിയേലിൻ്റെ പ്രവചനം 8-ാം അധ്യായം 23, 24, 25. Everyone open your Bible. This evening we are studying the prophecy of Daniel chapter 8 verse 23, 24, 25. ദാനിയേൽ പ്രവചനം 8, 23, 24, 25. വായിച്ച സഹായിച്ചാട്ട് മക്കളെ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. അടുത്തത്, ലോകത്തെ ഭരിക്കുവാൻ ഒരു ഭരണാധികാരി വരുന്നു. ന്യൂ വേൾഡ് ഓർഡർ. അവന്റെ അധികാരം വലുതായിരിക്കും. അടുത്ത വാക്ക്, സ്വന്തം ശക്തിയാൽ അല്ലതാനും അവൻ അതിശയകരമാമണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിച്ചു കളയും. മതി. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല, പിശാചി ശക്തി കൊടുക്കാൻ പോകുന്നു. അവൻ അത്യുന്നതന് വിരോധമായി ഏറ്റവും നിർണായകമായി വമ്പ് പറയുന്നു. നിയമങ്ങളെ മാറ്റാൻ പോകുന്നു. കൃതാർത്ഥനായത് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു ഭരണാധികാരി ഇവിടെ വരാൻ പോകുന്നു. കണ്ണുകളടയ്ക്കാം. ഇന്നത്തെ G7 ഉച്ചകോടിയും ലോകം ഒരു ഭരണത്തിലേക്ക് എല്ലാ കണ്ണുകളും ഒരു നിമിഷം മൂടാം. മഹത്വവാനായ ദൈവത്തിന് സ്തുതി കരയറ്റാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയൻ. 2016 മുതൽ വലിയ വിഷയങ്ങൾ ലോകത്തിൽ. 2019 കോവിഡ്, 22 കഴിഞ്ഞപ്പോൾ കോവിഡ് അല്പം മാറിക്കഴിഞ്ഞപ്പോൾ വലിയ ദുരന്തങ്ങൾ ലോകത്തിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. വാക്സിൻ ആകട്ടെ ഏതാകട്ടെ, 45-കാരനും 40-കാരനും നെയ്യാറ്റിൻകരയിലും കുഴഞ്ഞു വീഴുന്നു. പെട്ടെന്ന് മനുഷ്യൻ്റെ മരണം. അനവധി ചെറുപ്പക്കാർ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു. പ്രിയ പിതാവേ, മാതാവേ, ഇന്ന് രാത്രിയും കർമ്മേൽ ഫെസ്റ്റിൽ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. ആ കൃപ ലഭിച്ച ദൈവമക്കൾ അല്പസമയം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ദയ ലഭിച്ച ദൈവമക്കൾ അല്പസമയം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിൻ്റെ വീഴ്ചയിൽ നിന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി സ്തോത്ര. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങട്ടെ. ചതഞ്ഞ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഈ രാത്രി വെളിപ്പെടണമേ. 9-ാം മണിനേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലുണ്ട്. അപ്പോസ്തലന്മാർ പ്രാർത്ഥനയ്ക്ക് പോയി. പത്രോസും യോഹന്നാനും അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവനെ അവിടെ കൊണ്ടിരുത്തുമായിരുന്നു. കഴിഞ്ഞ 3.5 വർഷമായി യഹൂദ പരീക്ഷകൾ അവനെ കൊണ്ടിരുത്തത്തില്ല. യേശു വരും, അവനെ സൗഖ്യമാക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. ഇനി ഹല്ലേലൂയ ഒരു വിടുതൽ നടക്കത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറി പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞു, വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടു പോകുവാൻ. 2 പെന്തക്കോസ് പെരുന്നാൾ അവർ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കൃപായുഗം ആരംഭിച്ചു. 3-ാമത്തെ അധ്യായത്തിൽ അവർ പ്രാർത്ഥിക്കുവാൻ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ടിരുത്തിയിരിക്കുക. അവന് സ്വോത്രകാഴ്ചയോ പണമൊന്നുമല്ല, അവന് രോഗസൗഖ്യമല്ല വേണ്ടത്, അവന് വല്ല കാണിക്ക കിട്ടണം. ദൈവ കുഞ്ഞുങ്ങളോട് പറഞ്ഞ, സഹോദരന്മാരെ, എനിക്ക് വല്ലതും തരണേ. അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിച്ച
ദൈവ കുഞ്ഞുങ്ങൾ മുട്ടുമടക്കി അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവൻ്റെ കരങ്ങളിൽ പിടിച്ചു. കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയും ഒന്നുമില്ല, ഒന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമം. ഈ ഹല്ലേലൂയ കർമ്മേൽ ഫെസ്റ്റിൻ്റെ 9ാമത് രാത്രിയിൽ ഈ പട്ടണത്തിൽ ഞങ്ങൾ ഒന്ന് തരുന്നു, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ആ ദൈവ കുഞ്ഞുങ്ങൾ മുട്ടുമുടക്കിയ ചെറുപ്പക്കാരൻ്റെ കരങ്ങളിലേക്ക് അവർ കരം കൊടുത്തപ്പോൾ, അഭിഷേകത്തിൻ്റെ കരം ചലിച്ചപ്പോൾ അവൻ്റെ കാലുകൾ ഉറച്ചു, നരയാണികൾ ഉറച്ചു, അവൻ്റെ ബ്ലഡ് കൗണ്ടുകൾ മാറുവാൻ തുടങ്ങി. ആ ബ്ലഡ് കൗണ്ടുകൾ മാറിക്കഴിഞ്ഞപ്പോൾ അവൻ തുള്ളിച്ചാടി എഴുന്നേറ്റെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളിൽ അവസാന ദിവസങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം ഇവിടെ മുഴങ്ങുമ്പോൾ, ഈ ആരാധന ഈ പട്ടണത്തിനകത്ത് മുഴങ്ങുമ്പോൾ, ചില കുരുടായ കണ്ണുകൾ, ചില മുടന്തായ കാലുകൾ, ചില പാപത്തിൻ്റെ കുഷ്ഠങ്ങൾ മാറി, ചിലത് ദൈവാലയത്തിനകത്ത് കടക്കുവാൻ 10ാമത് കർമ്മേൽ ഫെസ്റ്റിന് ഞങ്ങൾ തിരുക്കരങ്ങൾ തരുന്നു. ഇന്ന് രാത്രി ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ നെയ്യാറ്റിൻകരയിൽ ഒരു ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന മഹത്വമാനായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇവിടെ പറയിറങ്ങുമ്പോൾ ചില കുഞ്ഞുങ്ങൾ രക്ഷയുടെ പെട്ടകത്തിൽ കടക്കുവാൻ ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പർദീസിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. തേജസ് വാരി ഉടുത്തവൻ്റെ കരം ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് മുഴങ്ങുമ്പോൾ അന്ധകാരത്തിൻ്റെ പോരുകളെ മാറ്റി അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ രാജകീയ പുരോഹിത വർഗമായി ചില കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്ന രാത്രിയായി മാറട്ടെ. എല്ലാ മദ്യപാനത്തിൻ്റെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ, എല്ലാ അന്ധകാരത്തിൻ്റെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ, എല്ലാ മയക്കുമരുന്നിൻ്റെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ അഴിഞ്ഞു മാറുന്ന ദിനങ്ങളായി മാറട്ടെ. അപ്പോൾ അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഈ രാത്രി വേദനയോടെ വന്ന മക്കളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ അടിപ്പിണറിൻ്റെ കരം ഈ ദിവസങ്ങൾ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം കാക്കട്ടെ. ശബ്ദ സീമയ്ക്കുള്ളിൽ ഇന്ന് രാത്രി ചിലരുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറക്കണം. കർമ്മേൽ ചർച്ചിൻ്റെ കുഞ്ഞുങ്ങളെ കടന്നു വന്ന മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്കും മക്കളെ വിടുതലോടെ കടത്തിവിടും. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു വാചനഭാഗം കൂടെ ബൈബിൾ തുറന്നു വെക്കണം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ മൊത്തമായി ബൈബിളിനകത്ത്. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പഴയ നിയമത്തിലെ 17 പ്രവചനങ്ങൾ. പഴയ നിയമത്തിൽ അതിൽ 3 തരം പ്രവചനങ്ങൾ. വലിയ പ്രവചനങ്ങൾ എസെക്കിയേൽ പ്രവചനം, യിരെമ്യാ പ്രവചനം, യെശയ്യാ പ്രവചനം. മധ്യപ്രവചനങ്ങൾ തുലവും മധ്യഭാഗത്തുള്ള മിഡിൽ പ്രവചനങ്ങൾ. അതിനൊന്ന് ആമോസ് ഉണ്ട്, 2 ദാനിയേൽ ഉണ്ട്, 3 ഹോശയ്യ ഉണ്ട്, 4 സെക്കരിയ ഉണ്ട്. ഏറ്റവും തുലവും ചെറിയ പ്രവചനങ്ങൾ വേറെ ഉണ്ട്. യോന ഉണ്ട്, നഹൂമുണ്ട്, ഹബക്കൂക്കുണ്ട്, മീഖായുണ്ട്, യോവേലുണ്ട്. ഇതൊക്കെ ചെറിയ പ്രവചനങ്ങൾ. ഇന്ന് രാത്രി കുഞ്ഞ് വായിച്ച് സഹായിച്ചത് ദാനിയേലിൻ്റെ പ്രവചനം. പഴയ നിയമത്തിലെ 27ാമത്തെ പ്രവചനം ദാനിയേൽ പ്രവചനം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 530 വർഷങ്ങൾക്ക് മുമ്പ് ഭക്തനായ ദാനിയേൽ ബാബേൽ പ്രവാസത്തിനകത്തിരിക്കുമ്പോൾ ചമയ്ക്കുന്നത് ദാനിയേൽ പ്രവചനം. 12 അധ്യായങ്ങൾ, 357 വാക്യങ്ങളാണ് ദാനിയേൽ പ്രവചനത്തിൻ്റെ പ്രത്യേകത. അതിലൊന്ന് ബാബേലിൻ്റെ പ്രവാസം, 2 നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം, 3 ദുരാശു സമഭൂമിയിലെ സമബിംബം, 4 വചനത്തെ തെറ്റിക്കുന്ന നെബൂഖദ്നേസറിൻ്റെ ന്യായവിധി, 5 ബേൽശസ്സർ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു, 6 ദാനിയേൽ സിംഹക്കുഴിയിൽ, 7 ഹല്ലേലൂയ മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റ്, 8 എതിർ ക്രിസ്തുവിൻ്റെ ഭരണം, 9 മിലിറ്ററി, 10 പാർസി രാജ്യത്തിൻ്റെ പ്രഭു ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞു വെക്കുന്നു. പ്രധാന ദൂതനായ മീഖായേൽ ഇറങ്ങി ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നു. 11 അന്തിമ യുദ്ധത്തിൻ്റെ ചാലുകൾ, വടക്കേ ദേശം, തെക്കേ ദേശം. 12 അവസാന ഭാഗത്ത് ദാനിയേലിനോട് സ്വർഗം പറയുന്നു, ദാനിയേൽ, നിന്റെ ഓട്ടവും അധ്വാനവും എല്ലാം നീ തികച്ചു. കാലാന്തരത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് വരിക. ഇതാണ് ദാനിയേൽ പ്രവചനം. ബൈബിളും രാഷ്ട്രീയ പ്രവചനവും. ഇന്ന് രാത്രി ഇത് തൊട്ടുവെച്ചത് 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. ഇന്ന് ലോകം എത്തിയിരിക്കുന്നത് കൃപായുഗത്തിൽ. ദാനിയേലിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരാൻ പോകുന്നു. കൃപായുഗത്തിൻ്റെ പ്രത്യേകത വിശുദ്ധ ബൈബിൾ
ബൈബിൾ പഠിക്കുമ്പോൾ 10 യുഗങ്ങൾ. ഒന്ന് ദൂതന്മാരുടെ യുഗം. അനാദി നിത്യതയിൽ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. ദൂതന്മാരുടെ കൂട്ടത്തിൽ ഒരുവനുണ്ടായിരുന്നു, ലൂസിഫർ. ലൂസി പ്രകാശം, രശ്മി. സ്വർഗത്തിലെ വർഷിപ്പ് ലീഡറായിരുന്നു അവൻ ദൈവത്തോട് മറുതലിച്ചു. ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അത്യുന്നതനായവൻ്റെ സിംഹാസനത്തിൽ ഞാൻ കയറിയിരിക്കും, ഞാൻ അവനോട് സമനാകും. ദൈവത്തോട് മറുതലിച്ച ആ ലൂസിഫറിനെ ദൈവം വെട്ടിക്കളഞ്ഞു. അവൻ ആ തേജസ് നഷ്ടപ്പെട്ടവൻ പിശാചായി മാറിയത്. യെശയ്യാ പ്രവചനം 14. കൂടെ ബൈബിളിരിക്കണം അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റു വീണതെന്നങ്ങനെ. 2 ആദമ്യ കുടുംബത്തെ ദൈവം സൃഷ്ടിച്ചു. അതാ നിൽക്കൽ മത്സ്യയുഗം, പുറമേ ചിന്തിക്കും. 3 മനസാക്ഷിയുഗം, ചേട്ടൻ അനിയനെ കൊന്നുകൊണ്ട് ആദ്യത്തെ കൊലപാതകം ലോകത്തിൽ. 4 ന്യായപ്രമാണ യുഗം, സീനായുടെ മടിത്തട്ടിൽ മോശയെ വിളിച്ച് 750 പ്രമാണങ്ങൾ, 10 കൽപ്പന, എന്ത് കുടിക്കണം എന്ത് കഴിക്കണം. അതിൻ്റെ ഒടുവിൽ കൽപ്പലകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ന്യായപ്രമാണ യുഗം അവസാനിക്കുന്നു. 5 വരുന്നത് സങ്കലന യുഗം. ഇസ്രായേലിൻ്റെ പാപം ദൈവസന്ധിയിലെത്തിയപ്പോൾ സ്നാപക യോഹന്നാനെ സ്വർഗം ഭൂമിയിലേക്ക് അയക്കുന്നു. യെശയ്യാ 40. സർപ്പസന്തതികളെ വരുവാനിരിക്കുന്ന ദുർഘട ദിവസത്തിൽ നിന്ന് ആപത്തുകളും അനർത്ഥങ്ങളും ഒഴിവാക്കി യഹോവയ്ക്ക് വേണ്ടി പാത ഒരുക്കുമെന്ന് യോഹന്നാൻ പറയുന്നു. സ്നാപക യോഹന്നാൻ കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് അവൻ്റെ തലയറത്ത് ഹേരോദാവ് മാറ്റുമ്പോൾ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ ഭൂമിയിലേക്ക് വരണം. യോഹന്നാൻ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സങ്കലന യുഗത്തിൻ്റെ പരിസമാപ്തിയിൽ യോഹന്നാന് ശേഷം 33 തിരുവയസ്സിൽ അവൻ കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാരുടെ നടുവിൽ അത്ഭുതം ചെയ്തു. 40-ാം ദിവസം ഉലുമലയുടെ നെറുകയിൽ ശിഷ്യന്മാരെ വിളിച്ചനുഗ്രഹിക്കുമ്പോൾ ഒരു മേഘം താഴേക്ക് വന്നു. എൻ്റെ യേശു കരം വെച്ചനുഗ്രഹിച്ചു. മേഘത്തട്ടുകളിൽ അവൻ എടുക്കപ്പെട്ടു. സ്നേഹലാകിയ പരമേശ്വർക്ക മഹിമാമയെ അവൻ പിതാവിൻ്റെ സന്ധിയിൽ എടുക്കപ്പെട്ടു. ശിഷ്യന്മാർ അവിടെ മുട്ടുമടക്കി ഹല്ലേലൂയ, യേശു പോയത് കണ്ട് മിനിസ്ട്രി എങ്ങനെ നടക്കും, ആര് സഭയെ നയിക്കുക. ആ സമയത്ത് 2 ദൂതന്മാർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്ന്, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഭയപ്പെട്ട് നിൽക്കുന്നത്? യേശു ഉയരത്തിൽ പോകുന്നതിനും വിട്ടൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, യഹൂദയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം പോയി വിശ്വസ്ത സാക്ഷികളാകുകയും. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ പോയതുപോലെ മടങ്ങി വരും. ഇതാ മടങ്ങി വരവൻ്റെ ദൂതന്മാരുടെ സാക്ഷ്യം. ആ 10 ദിവസം കഴിയുമ്പോൾ പെന്തക്കോസ് പെരുന്നാളിൽ 240 മണിക്കൂർ, 10 ദിവസം മാർക്കോസിൻ്റെ മാളിക മുറിയിൽ 120 പേർ മുട്ടുമടക്കി ദൈവസന്ധിയിൽ നിലവിളിക്കുന്നു. യോവേലിൻ്റെ പ്രവചനത്തിൻ്റെ നിവർത്തി പ്രകാരം ഒരു വലിയ സംഭവം ഉണ്ടായി. 50-ാം ദിവസം ഉയരത്തിൽ നിന്നൊരു ശക്തി താഴേക്ക് ഇറങ്ങുമെന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ 120 പേർ ആത്മീയമായി അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. അതാ യോവേലിൻ്റെ പ്രവചനം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങൾ. നാഥൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുക. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിൻ്റെ പരമയാഗത്തിൻ്റെ ധ്വനിയായി കാൽവരിയിൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ കൂടെ നടന്ന പത്രോസ് ലീഗ പലപ്പോഴും തള്ളിപ്പറഞ്ഞു. ക്രൂശീകരണത്തിൽ കോഴി കൂകിയപ്പോൾ തള്ളിപ്പറഞ്ഞ പത്രോസ് പിന്നത്തതിൽ മക്കാറിയോസിൻ്റെ കാത് അവൻ അറുത്ത് കളഞ്ഞു. അവൻ്റെ കയ്യിലൊരു വാളുണ്ടായിരുന്നു. സ്വർഗം പറഞ്ഞ്, ഈ വാൾ മാറ്റി, ഇതല്ല, നിൻ്റെ മേലൊരു വാൾ വരുന്നുണ്ട്, വചനത്തിൻ്റെ വാൾ. പെന്തക്കോസ് പെരുന്നാളിൽ ഒറ്റയടിക്കൊരു പ്രസംഗം നടത്തി. 3000 പേർ കുത്തുകൊണ്ടോ അകത്തളത്തിനകത്ത് വചനം ഏറ്റെടുത്തു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അടിക്കും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിൻ്റെ കയ്യിൽ തന്നു. 3000 പേരെ വെള്ളത്തിലേക്ക് കൊണ്ടുവന്നു. പഴയ നിയമത്തിൻ്റെ ആരാധന വരുമ്പോൾ പഴയ നിയമത്തിൻ്റെ വിമോചകൻ മോശ. പണ്ടൊരിക്കൽ മോശ അഹരോനുമായി ചേർന്ന് നിൽക്കുന്നു. അന്ന് മോശ ദൈവജനത്തെ ആരാധനയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇടയ്ക്ക് മോശ സീനായിൽ ഒന്ന് പോയി. ആ സമയത്ത് സഭയാരെ ഏൽപ്പിച്ചു, അഹരോനെ ഏൽപ്പിച്ചു. അഹരോൻ്റെ ഉള്ളിനകത്തൊരു കാളക്കുട്ടിയായിരുന്നു ദൈവമക്കളെ. പുറപ്പാട് 32, 26, 28. മോശ തിരിച്ചു വന്നപ്പോൾ കാളക്കുട്ടിയുടെ മുമ്പിൽ ഇസ്രായേൽ ജനം കുമ്പിടുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട ജനം വഴിതെറ്റിപ്പോയപ്പോൾ സ്വർഗത്തോട് മോശ നിലവിളിച്ചു. മോശയോട് സ്വർഗം പറഞ്ഞു, കുഞ്ഞ് ഇങ്ങനെ പറ, യഹോവയുടെ പക്ഷത്തുള്ളവൻ നിന്റെ പാളയത്തിനകത്ത് വരട്ടെ. അന്ന് രാത്രി വലിയൊരു വാൾപ്പയറ്റത്തിനകത്തുണ്ടായി ഇസ്രായേലിൻ്റെ മണ്ണിനകത്ത്. അന്ന് പഴയ നിയമത്തിൽ അഹരോന്റെ കാളക്കുട്ടിയുടെ ആരാധനയുടെ മറവിൽ 3000 പേർ പട്ടുവീണു വിഗ്രഹാരാധനയിൽ. അപ്പോൾ സ്വർഗം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെങ്കിൽ. പഴയ നിയമത്തിൽ വിഗ്രഹാരാധനയിൽ 3000 പട്ടപ്പോൾ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നെങ്കിൽ ആ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ആ യുഗത്തിൻ്റെ പേര് കൃപായുഗ. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1, ദൈവസഭ എടുക്കപ്പെടും. 2, ഒരു അന്തിമ യുദ്ധമുണ്ടാവും. ഒരുവൻ ലോകം ഭരിക്കും. അതിനോടനുബന്ധിച്ച് ബാക്കി 4 യുഗങ്ങളുണ്ട്. ഉപദ്രവം വരുന്നു, മഹോപദ്രവം വരുന്നു, 1000 ആണ്ട് വാഴ്ച, നിത്യയുഗങ്ങൾ. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഒരുവൻ ഭരിക്കുക. അങ്ങനെയെങ്കിൽ ലോകഭരണം ഒരുവൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. എപ്പോൾ ലോകഭരണം ഒരുവൻ്റെ കയ്യിൽ വരും? കഴിഞ്ഞ ദിനങ്ങളിൽ
ഇന്ത്യയിൽ G7 ഉച്ചകോടി നടക്കുമ്പോൾ ഇപ്പോൾ അത് ഇറ്റലിയിലേക്ക് മാറി. ഇന്ത്യയുടെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഈ ലോകം ഒരുവൻ ഭരിക്കണം, സകല ജനത്തിനും ആഹാരവും ഫുഡും എല്ലാം കൊടുക്കണമെങ്കിൽ ഒരുവൻ്റെ കയ്യിലേക്ക് ഭരണം വരണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർമ്മല സീതാരാമൻ. അതിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം എന്താ അതിൻ്റെ പ്രത്യേകത. ഇന്ന് ലോകരാജ്യങ്ങൾ വല്ലാത്ത ഒരവസ്ഥയിൽ, അമേരിക്കയിൽ പോയാൽ ഇലക്ഷൻ വരുന്നു, മെക്സിക്കോയിൽ നിന്ന് മതിൽ ചാടുന്നു, സാമ്പത്തികമായിട്ട് അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുന്നു. കാനഡയിൽ വരുമ്പോൾ കത്തിക്കുത്തും കൊലപാതകവും പെരുകുന്നു, ചെറുതാക്കന്മാർ റോഡിനകത്ത് നിരങ്ങുന്നു. അതിനോടനുബന്ധിച്ച് ഇന്ത്യക്കാർ ഖലിസ്ഥാൻ വാദികളെ കാനഡയിൽ വെച്ച് കൊട്ടേഷൻ വഴി കൊല്ലുന്നു. മയക്കുമരുന്ന് കട കാനഡയിൽ പെരുകുന്നു. ബ്രിട്ടൻ സാമ്പത്തികമായി തകരുന്നു. ഫ്രാൻസിലും ജർമ്മനിയിലുമൊക്കെ പലപ്പോഴും തീവ്രവാദി ആക്രമണം. ഒരിക്കൽ നല്ല പട്ടണമെന്ന് ഓസ്ട്രേലിയയിൽ പള്ളിക്കകത്ത് കയറി പുരോഹിതനെ കത്തിക്കുത്തി കൊന്നുകളയുന്നു. മാളിൻ്റെ അകത്ത് വെടിവെപ്പ് ഓസ്ട്രേലിയയിൽ. പശ്ചിമേഷ്യയിൽ 6-7 യുദ്ധം നടക്കുന്നു. റഷ്യ, ഉക്രൈൻ, ഇസ്രയേൽ, സിറിയ, ഇസ്രയേൽ, ലബനോ, ഇസ്രയേൽ, അത് കഴിഞ്ഞിട്ട് ഇറാൻ. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ആരെണ്ണവില നിയന്ത്രിക്കും, രാഷ്ട്രങ്ങൾ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക മാന്ദ്യം കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ലോകരാജ്യങ്ങൾ പറയുന്നു, ഒരുവൻ്റെ കയ്യിൽ ഭരണം കൊടുത്താൽ കാര്യം ശരിയാകും. എൻ്റെ യേശു പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം മത്തായി 24:1-2-3. അവൻ ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ പ്രഭാഷണം കേട്ടിട്ട് ചോദിച്ചു, യേശുവേ നിൻ്റെ പ്രഭാഷണം വളരെ ശക്തമായിരുന്നു, ഓശാന പ്രഭാഷണം, പക്ഷേ ഞങ്ങൾ ഒലിവുമലയിൽ വരുമ്പോൾ നിന്നോട് ഇത് തന്നെ ചോദിക്കുക. സായം സന്ധ്യയിൽ മത്തായി 24:3-4-5 അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു, ഗുരു അതെപ്പോൾ സംഭവിക്കും, നിൻ്റെ വരവിന് ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിന്. ഇസ്രായേൽ എല്ലാ ദിവസവും മനോരമയിലും മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും 24-ലും മീഡിയ 1-ലും ഏത് ചാനലിലും നോക്കിയാൽ ഒരു വാർത്ത, ഇസ്രായേൽ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിൻ്റെ കൊമ്പളതായില തളർക്കുമ്പോൾ വേനൽ. അങ്ങനെ ഇതെല്ലാം നെയ്യാറ്റിങ്കര, വ്ളാത്താങ്കര, മര്യാപുരം കാണുമ്പോൾ അവൻ അടുക്ക വാതുക്കൽ ഒരുവൻ രോഗഭരണത്തിൽ വരാൻ പോന്നു. അതാ ദാനിയേൽ കണ്ട ദർശനം. പുതിയ നിയമത്തിലെ 27 വെളിപ്പാട്, ബാബേലിനകത്തല്ല പത്മോസിൽ യോഹന്നാൻ. പഴയ നിയമത്തില് 27 ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം ബൈബിള്. 1-ാം അധ്യായം. യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്ന ചക്രവർത്തി യെരൂശലേമിനെ ആക്രമിച്ചു. യെരൂശലേമിൻ്റെ ദേവാലയമെല്ലാം അവർ തകർത്ത് കളഞ്ഞു. 4 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി, ശദ്രക്, മേശക്, അബേദ്നെഗോഗും ദാനിയേൽ. അവരെവിടെ കൊണ്ടുപോയി? ഹല്ലേലൂയ, ബാബേലിൻ്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി. ബാബേലിൻ്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോകുമ്പോൾ ചെറുപ്പക്കാരെവിടെ? നെബൂഖദ്നേസറിൻ്റെ കൽപ്പന പ്രകാരം ദാനിയേൽ സൈനിക കോളേജിൽ കിടക്കുന്നു. ആരുടെ? ഇറാഖിൻ്റെ സൈനിക കോളേജിനകത്ത് കിടക്കുന്നു. അടുത്ത 2-ാമതാര് ശദ്രക്, മേശക്, അബേദ്നെഗോഗ് എവിടെ നിൽക്കുന്നെന്നറിയാമോ? കൊട്ടാരത്തിനകത്ത് പാദസേവകരായി. അവരെവിടെ ചെന്നാലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, പലർക്കും അത് ഇഷ്ടമല്ല. ഒരു സുപ്രഭാതത്തിൽ ആ കുഞ്ഞുങ്ങൾക്കൊരു കൽപ്പന വന്നു, ശാഖപദാർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ പട്ടിണിയിലേക്ക് ഇടുവാൻ. 10 ദിവസം നല്ല ആഹാരമൊന്നും കൊടുത്തില്ല. അവിടെ ഇവിടെ കിട്ടിയ ഇലയും വെള്ളവും ഒക്കെ കൊടുത്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ രൂപഗുണമെന്ന് നോക്കുവാൻ വേണ്ടി രാജാവ് നോക്കിയപ്പോൾ വലിയ ആഹാരം കഴിച്ചില്ലെങ്കിൽ നല്ല പുഷ്ടിയോടെ അവർ നിൽക്കുന്നു. അപ്പോൾ രാജാവ് അവർക്ക് വേണ്ടി ഒരു പാർട്ടി ഒരുക്കി. കുഞ്ഞുങ്ങൾ 10 ദിവസം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരീരത്തിനൊരു കുഴപ്പമില്ല. നല്ലൊരു രാത്രിയിലൊരു സപ്പർ ഒരുക്കി, അല്ലെങ്കിൽ ഒരു ഡിന്നർ ഒരുക്കി, എല്ലാം പടപട ശരിയായിട്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങളെയും വിളിച്ചു. നല്ല മേശ, നല്ല ഭക്ഷണം, നല്ല ഗ്ലാസുകൾ. പക്ഷേ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എന്താ നിങ്ങൾ കഴിക്കുന്നില്ലേ? ആ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ അകത്ത് പറഞ്ഞ വചനത്തിന് വിരുദ്ധമായത് മേശയിലിരിക്കുമ്പോൾ ഞങ്ങൾ ഈ മേശയ്ക്കകത്തിരിക്കത്തില്ല. 10-ാമത് കൺമേൽ കൺവെൻഷൻ്റെ 9-ാമത് രാത്രി പറയണം, പ്രമാണമകത്ത് കയറിവൻ എല്ലാം കുടിക്കത്തില്ല, പ്രമാണമകത്ത് കയറിവൻ എല്ലാം ഉടുക്കത്തില്ല, പ്രമാണമകത്ത് കയറിവൻ എല്ലാം മേശയിലും ഇരിക്കത്തില്ല. അവന് വേണ്ടിയ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അല്പം പ്രതികൂലം വന്നാലും അല്പം പ്രതിസന്ധി വന്നാലും വചനമകത്ത് കയറിയവൻ അന്ത്യം വരെ കാത്തു നിൽക്കുമെങ്കിൽ അവന് വേണ്ടി മറുപടി തരുവാൻ ദുരാശു സമഭൂമിയിൽ ഹല്ലേലൂയ ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോഗിനും വേണ്ടി ഇറങ്ങി വന്ന കരം കുഞ്ഞ് നിന്നെ അന്ത്യം വരെ വഴി നടത്തു. വചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവൻ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. വചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവൻ തളരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതാ അധ്യായം 1. അധ്യായം 2 വരുമ്പോൾ നെബൂഖദ്നേസർ ചക്രവർത്തി അരയന്നങ്ങളുടെ തൂവലുകൾ ഉണ്ടാക്കിയ പട്ടമത്തയ്ക്കകത്ത് സ്വൈരവികാരം നടക്കുന്നവൻ. ലോകത്തിലെ സപ്താത്ഭുതങ്ങൾ, അതിലൊന്ന് ആടുന്ന തൂക്കുവന, ഹാങ്ങിങ് ഗാർഡൻ. ഇറാഖിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. 75 എഞ്ചിനീയർമാരെ കൊണ്ട് ഉണ്ടാക്കിയ തൂക്കുവന. ഒരു രാത്രി അദ്ദേഹം കിടന്നുറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്യതിചലിക്കുവാൻ തുടങ്ങി. തനിക്ക് ശേഷം ആര്? അന്ന് രാത്രി അദ്ദേഹം ഭയങ്കര ഒരു സ്വപ്നം
സ്വപ്നം കണ്ടു. രാവിലെ എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാപ്പിയുമായിട്ട് വന്നു. രാജാവിൻ്റെ മുഖം വളരെ ദുഃഖത്തോടെ ഇരിക്കുന്നു. രാജൻ എന്തുകൊണ്ട് രാവിലെ മുഖം വല്ലാതെ ഇരിക്കുന്നു? ഭാര്യയോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയില്ല, ഭയങ്കരമായൊരു സ്വപ്നം കണ്ടു. അപ്പം പറഞ്ഞു, അയ്യോ ഇത് കൽദയരുടെ പട്ടണമാ, താങ്കളൊന്ന് പറഞ്ഞാൽ മതി, ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് സ്വപ്നത്തെ വിവർത്തിക്കാം. ഉടനെ അര്യോക്ക് എന്ന സൈന്യാധിപനെ ആ സഹോദരി വിളിച്ചു. അര്യോക്ക് വന്നിട്ട് നെബൂഖദ്നേസറിനോട് പറഞ്ഞു, രാജൻ കഴിഞ്ഞ രാത്രി എന്താ സംഭവിച്ചത്? നെബൂഖദ്നേസർ പറഞ്ഞു, കുഞ്ഞെ എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറയുമായിരുന്നു, പക്ഷേ എനിക്ക് അറിയത്തില്ല കാര്യം എന്തുവന്നോ. ഇറാഖിലെ മന്ത്രവാദികളും തന്ത്രവാദികളും ശകുനികളും എല്ലാം കൊട്ടാരത്തിൽ വന്ന് ദർശനത്തെ വെളിപ്പെടുത്തുവാൻ നോക്കി, നടക്കത്തിൽ. അവസാനം ഏതോ ഒരു മന്ത്രവാദി രാജാവിനോട് പറഞ്ഞ്, ജഡവാസമില്ലാത്ത ആരെങ്കിലും ബാബേലിനകത്തുണ്ടോ, അവന് നിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ കഴിയുക. അവരന്വേഷിച്ച് പോയി. ആരുടെ അടുത്ത് ചെന്നു? ദാനിയേലിൻ്റെ അടുത്ത് ചെന്നു. ഇതാ മക്കളെ, ലോകം നിനക്ക് പ്രതികൂലമായിരിക്കും, നാട്ടുകാർ നിനക്ക് പ്രതികൂലമായിരിക്കും. ഒരുപക്ഷെ ബാബേലിലെ സൈനിക കോളേജിൽ പട്ടിണിക്കഞ്ഞി കുടിച്ചുകൊണ്ട് കിടക്കുമ്പോഴോ എന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഓർക്കണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാരും മറന്നുപോയി കാണും. എന്നാൽ ദാനിയേലേ, നിന്നെപ്പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇറാഖിൻ്റെ കൊട്ടാരത്തിനകത്ത് രാജാവിൻ്റെ മുൻപിൽ കൊണ്ടിരുത്തുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്. ഇന്ന് രാത്രി സഹോദരി, നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം. ചെറുപ്പക്കാരാ, നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന അത്ഭുതത്തിൻ്റെ വഴി തുറക്കുക. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? എല്ലാ നാളും നീ അടിമ ചങ്ങലക്കകത്ത് കിടക്കത്തില്ല, എല്ലാ നാളും നീ ബന്ധനത്തിനകത്ത് കിടക്കത്തില്ല. ഒരു സുപ്രഭാതത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരുക. രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന്, അന്തപുരത്തിൽ നിന്ന് സേവകരെ അയച്ചെങ്കിൽ ഇന്ന് രാത്രി കാലം പറയണം, ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി ഞാനും പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പുതുവഴികളെ തുറക്കുവാൻ, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ഒരു ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. ദാവീദ് സിംഹാസന സങ്കീർത്തനത്തിൽ പറയുന്ന കൂരിരളിൻ്റെ താഴ്വരെ കൂടി നടന്നാലും ഒരിടത്ത് എനിക്ക് വടിയും കോലും വരാം. ആടുകളെ അടിക്കുന്ന വടി ഒരു സമയത്ത് എന്നെ ചുഴറ്റി അടിച്ചേക്കാം, പക്ഷേ ഇടയൻ്റെ കയ്യിലെ കോൽ കൊണ്ട് എനിക്ക് വഴി ഒരുക്കി തരുന്നൊരു നല്ല ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? അതുകൊണ്ട് പറഞ്ഞാൽ മതി, അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. കൂരിരളിൻ്റെ താഴ്വരയിൽ കൂടി പലസ്തീനിൽ കൂടെ നടന്നാലും ആടുകളെ മേയിക്കുവാൻ ദാവീദിൻ്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയണം, എല്ലാ നാളും ഞാൻ അന്ധകാരത്തിൽ കടക്കാനല്ല, കൊട്ടാരങ്ങളുടെ നടുവിൽ കൊണ്ടെത്തിക്കുവാൻ ദാനിയേലിൻ്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദാനിയേൽ അവിടെ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം തരണം. കണ്ടു, ബാബേലിൻ്റെ ചക്രവർത്തിയുടെ മുൻപിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരുവാൻ ഒരു കാര്യമുണ്ട്. അവൻ സ്വർഗത്തിൻ്റെ പ്രിയ പുരുഷനായിരുന്നു. കരമുയർത്തുന്നവർക്കായി ഓ ഹല്ലേലൂയ. സഹോദര, പാട്ട് പാടുന്നവരെ ലോകം മുഴുവൻ അറിയും, പ്രസംഗിക്കുന്നവരെ സ്റ്റേജിനകത്തറിയും, സഭയുടെ പ്രസിഡന്റുമാരെയെല്ലാം കൺവെൻഷന് യൂട്യൂബിനകത്തും അറിയും. എന്നാൽ ഇന്ന് രാത്രി സാഹചര്യങ്ങൾ പ്രതികൂലമായാലും, നിന്റെ സഹോദരങ്ങൾ നിനക്ക് പ്രതികൂലമായാലും, ബാബേലിൻ്റെ സൈനിക കോളേജിൽ കരമടിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിച്ചവനെ കൊട്ടാരത്തിൻ്റെ അന്തപുരത്തിനകത്ത് കൊണ്ടുവരുവാൻ ദൈവിക സ്പർശനം ഇറങ്ങിയെങ്കിൽ 10ാമത് കർമ്മേൽ കൺവെൻഷനകത്ത് പറയണം, പരാജയങ്ങളുടെ ദൈവമല്ല, ഞങ്ങളുടെ പരാജയത്തിൻ്റെ നടുവിലും അന്തപുരങ്ങളിൽ കൊണ്ടുവന്ന് ഞങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്പകാലം അവന് ഞങ്ങളെ കഷ്ടതയിൽ കൂടി നടത്തിയാൽ ഈ രാത്രി വിശ്വസ്തയോടെ മാതാവേ പറയണം, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധതയും പ്രത്യാശയും വർദ്ധിച്ചെങ്കിൽ കാത്തിരിക്കുന്ന എൻ്റെ വിഷയത്തിന് മറുപടി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്ത. 3ാമതായി ഹല്ലേലൂയ, ദുരാസു സമഭൂമിയിൽ ഒരു ബിംബത്തെ ഉണ്ടാക്കി. ആ ബിംബത്തിൻ്റെ പ്രത്യേകത, അതിനെ വണങ്ങാത്തവരെ ഹല്ലേലൂയ 7 മടങ്ങ് തീ കൂട്ടി അതിനകത്ത് വലിച്ചെറി. ശദ്രക് മേശക് അബേദ്നെഗോ കുഞ്ഞുങ്ങൾ അവിടെ വന്നു. രാജാവിൻ്റെ കിങ്കരന്മാർ പറഞ്ഞു, നിങ്ങളെ ഇതിനകത്ത് വലിച്ചെറിയും. എന്നാൽ വചനത്തിന് വേണ്ടി നിന്നവന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരും. ആ കുഞ്ഞുങ്ങൾ അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവുണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഇന്ന് രാത്രി വചനം ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ മീഡിയയിൽ റോഡിൻ്റെ വക്കിലിരുന്ന് കേൾക്കുന്ന കുഞ്ഞ്, ക്യാൻസർ മാറിയാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. കുഞ്ഞിനെ കെട്ടിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. മര്യാപുരത്തൊരു വീട് തന്നാലും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഞാൻ കിടക്കപ്പായിൽ പുൽപ്പായി കടന്നാലും ഞാൻ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കും. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടേ പോകാവ്. തീച്ചൂള നിനക്കെതിരെ എരിഞ്ഞു വന്നാൽ ഇന്ന് രാത്രി ഭയപ്പെടേണ്ട. ഇരുമ്പോലാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുടെ വലങ്കരം. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ